എല്ലാവർക്കും നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട NAS +2 വിദ്യാർത്ഥികളെ, നിങ്ങളുടെ എക്സാം അല്ലേ, ഒക്ടോബറിലെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ അതിൻ്റെ ആൻസറും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 29-ാം തീയതി വരുന്ന ശനിയാഴ്ച അല്ലേ, ഒക്ടോബർ 29 നമ്മുടെ മലയാളം പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുവിധം നന്നായിട്ട് പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുന്നതിന് അല്ലെങ്കിൽ പഠിക്കുന്നതിന് വേണ്ടി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് നിങ്ങൾക്കായിട്ട് അതിലെ 20 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. അടുത്ത് നിങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതായത് ഞാൻ പറഞ്ഞില്ലേ, മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് ഒരുപാട് വർഷം മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസ് ലഭ്യമല്ല. നിങ്ങൾക്ക് ഈ അടുത്ത കാലത്താണ് മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഹിന്ദി ആയിരുന്നു ഇവർക്ക് സെക്കൻഡ് ലാംഗ്വേജായി പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ മലയാളത്തിന് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ എനിക്ക് ലഭ്യമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരികയാണ്. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞു തരികയല്ല, ഒരു ക്വസ്റ്റ്യൻ കൂടി അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ അതുകൂടി മനസ്സിലാക്കി വയ്ക്കുക. ഓരോന്നും ഏത് പാഠഭാഗത്ത് നിന്നുള്ളതാണ്, അല്ലെങ്കിൽ ഏത് കവിതയിൽ നിന്നുള്ളതാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളൊരുവിധം കാര്യങ്ങൾ വായിച്ചു വെച്ചിട്ടുള്ളവരാണെങ്കിൽ അത് ഏത് പാഠത്തിൽ നിന്നെല്ലാം മനസ്സിലാവും. അതുപോലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ രീതി, നമ്മൾ എക്സാം ഹാളിലേക്ക് ചെല്ലുമ്പോൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് എളുപ്പമാണല്ലോ. എത്ര മാർക്കിനാണെന്ന് നമ്മളെ മനസ്സിലൊരു നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ പല കാര്യങ്ങൾക്കും ടൈം മാനേജ് ചെയ്യുന്നതിനും പലതിനും ഉപകരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എവിടെ നിന്നാണോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് ലഭ്യമായാലും എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം ഇങ്ങനെ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് അതിൻ്റെ എത്ര മാർക്കിനാണെന്നും എത്ര പേജിൽ എഴുതണം, അങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുന്നത് നിങ്ങൾക്ക് അത് എക്സാമിന് വളരെയധികം ഉപയോഗം ചെയ്യും. അപ്പോൾ അതുപോലെ ഈ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം.